നമസ്കാരം. പ്രൊഫഷണൽ രാഷ്ട്രീയ പാർട്ടി എന്ന് പേര് കേട്ട ബി.ജെ.പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പതിവ് തെറ്റിച്ചിട്ടില്ല. എല്ലാ സ്ഥാനാർത്ഥികൾക്കും പാർട്ടി വിദഗ്ധരുടെ ഉപദേശം ലഭ്യമാക്കുന്ന ഒരു സംവിധാനം ബി.ജെ.പി വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അർജുനനെ നയിക്കുന്ന കൃഷ്ണൻ എന്ന മഹാഭാരത സങ്കല്പത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആദ്യമായി മത്സരിക്കുന്നവർക്കുൾപ്പെടെ ബി.ജെ.പി ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത്. മുംബൈ നോർത്ത് മണ്ഡലത്തിൽ നിന്നും അരങ്ങേറ്റം കുറിക്കുന്ന വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിന് വേണ്ടി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെയാണ് ഉപദേശകനായി പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. ഒഡീഷയിലെ സംബൽപൂരിൽ ധർമ്മേന്ദ്ര പ്രധാന് വേണ്ടി രാജസ്ഥാനിലെ ബി.ജെ.പി അധ്യക്ഷനായ സി.പി ജോഷിയാണ് നിർദ്ദേശങ്ങൾ നൽകി ഒപ്പമുള്ളത്. ന്യൂദില്ലി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജിന് വേണ്ടി മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ രമേശ് നിശാങ്ക് ആണ് രംഗത്തുള്ളത്. പരിചയസമ്പന്നർക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം എന്ന് കരുതിയെങ്കിൽ തെറ്റി, മറിച്ച് പരിചയസമ്പന്നരായ രാഷ്ട്രീയക്കാരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു മെന്റർഷിപ്പ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൃഗസംരക്ഷണ മന്ത്രിയായ സഞ്ജീവ് ബല്യാനാണ് അമേഠിയിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കൊപ്പം ഉള്ളത്. എന്തായാലും ഈ ഒരു സംവിധാനം അത് മറ്റ് പാർട്ടികളെയൊക്കെ വളരെയധികം ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കാരണം പുതുമുഖങ്ങളെ മാത്രമല്ല, ഏറെ പരിചയസമ്പന്നരായ ആളുകളെ പോലും കൃത്യമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ബി.ജെ.പി ഇക്കുറി കളത്തിലിറക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം ശ്രദ്ധേയമായ ഒരു പ്രതികരണം കൂടിയുണ്ട്. ഞാൻ മത്സരിച്ച സമയത്ത് എല്ലാ മുതിർന്ന നേതാക്കളും എന്റെ പ്രചരണത്തിൽ ഉൾപ്പെടെ സഹായിക്കാൻ വന്നിരുന്നു. ഇപ്പോൾ തിരികെ സഹായിക്കേണ്ട ഊഴമാണ്, അതൊരു ബഹുമതിയാണ് എന്നാണ് രാജസ്ഥാനിലെ ബി.ജെ.പി അധ്യക്ഷനായ സി.പി ജോഷി പ്രതികരിച്ചിരിക്കുന്നത്. സീനിയർമാരെയും ജൂനിയർമാരെയും ഒക്കെ തുല്യമായി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആശയം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് പാർട്ടിയും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.